പറയാൻ എല്ലാവരും ഉണ്ടാവും മോളെ. നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കാനുള്ളവരാ. 5 കൊല്ലം മുമ്പ് നിന്റെ അപ്പച്ചൻ മരിച്ചപ്പോ ആ ജോലി നിനക്ക് തന്നത് ഈ പാപ്പിയും മത്തായിച്ചനുമാ. അത് മറക്കണ്ട. അത് അയാള് പറയുന്ന പോലെ ഔദാര്യമൊന്നുമല്ല. ജോലിയിൽ ഇരിക്കുമ്പോ ഒരാൾ മരിച്ച മക്കൾക്ക് ആ ജോലി കിട്ടുന്നത് അവകാശം. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങുന്നതേ പിള്ളേരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് തന്നെയാ. പേടിക്കണ്ട അമ്മച്ചി, നമുക്ക് പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടല്ലോ. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇനി എന്തൊക്കെ പുകില് കാണണം എന്റെ കർത്താവേ. ദാസമാഷേ, ഒരാവേശത്തിനെടുത്ത തീരുമാനം അവിവേകാവോ? ഈ ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോ ഒരുപാട് ചെലവുകൾ ഉണ്ടാവില്ലേ? ആന ടീച്ചർ എന്തിനാ പേടിക്കുന്നേ? മാതൃകാ അധ്യാപകനുള്ള അവാർഡ് നേടിയ, അതിലുപരി ഈ നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരനും സാമൂഹ്യ പ്രവർത്തകനുമായ വർഗീസ് മാഷ മകളെ സഹായിക്കാൻ സന്മനസ്സുള്ള ആളുകൾ വരും. പോയോ? ടീച്ചറെ എനിക്ക് ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. ആ പാപ്പിയുടെ അഹങ്കാരത്തിന് ടീച്ചർ മറുപടി കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. ടീച്ചർ ഒന്ന് നിന്ന് വെച്ചാൽ മതി. ടീച്ചറെ ജയിപ്പിച്ചെടുക്കുന്ന കാര്യം ഈ ശശാങ്ക മുതലാളി ഏറ്റു. അതിനിപ്പോ എത്ര പൈസ പൊട്ടിയാലും ഈ ശശാങ്കന് പുല്ലന്മാര്. പിന്നെ ടീച്ചറോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവന്മാരെ തറ പറ്റിക്കുക എന്നതെന്റെ ലക്ഷ്യമാണ്. ശത്രുവിന്റെ ശത്രു മിത്രം, അങ്ങനെ കണ്ടാ മതി. പാപ്പിക്കെതിരെ ആര് നിന്നാലും ഞാൻ പൈസ കറക്കും, അവനെ പൊട്ടിക്കും. ഒന്ന് വന്നേ. ഇയാളുടെ വരവിൽ എന്തോ ഒരു പന്തികേട് പോലെ. ടീച്ചറെ, പാപ്പിയും മത്തായച്ചനും നല്ല കാശിറക്കി പണിയെടുക്കും. അപ്പൊ നമുക്ക് കണ്ണും പൂട്ടി കാശിറക്കാൻ ഒരാള് വേണം. അത് ഈ ശശാങ്കനായാലും എന്നെ കുഴപ്പം. ഇതുപോലൊരു പണക്കാരൻ പൊട്ടന് വേറെ എവിടെ കിട്ടാനാ? എവിടെ പോകുന്നു? സമയത്ത് മുട്ടാക്കി ഇടുന്നുണ്ടോ? അത് പൂവനാ, പെടയല്ല. ഞാൻ പറഞ്ഞേക്കാം. കണ്ടോ, കഥയില്ലാത്തവനാ ഇയാള്. മതി. ഇത്തിരി കണ്ടത്തിന്റെ രോമാഞ്ചമായ നമ്മുടെ സ്വന്തം പാപ്പിച്ചായന് പുത്തിരി അടയാളത്തിൽ നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അറിവിന്റെ നിറകുടമായ ആനി ടീച്ചർക്ക് പുസ്തകമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനം. എന്റെ നാട്ടിലെ വെണ്ണിലാവു നീ നല്ല പാപ്പിച്ചായ, തൊട്ടതൊക്കെയും പൊന്നുപോലാക്കും നാടിൻ കൂട്ടുകാരാ, നിരപ്പേലെ വീട്ടുകാരെ ഉള്ളം നിറഞ്ഞ് സ്നേഹം തരുന്ന ആനി ടീച്ചർക്ക് പട്ടയം അടിച്ച് മോസായി നടക്കും പാപ്പിക്കില്ല വോട്ട്. വെറുതെ പാപ്പി വീട്ടിൽ വഴിയിൽ കാശുവിതറും പാപ്പി ഒരുവൻ നാട് മുടിക്കും. ഇവിടെ അടിപൊളി ഭരണത്തിലുടനടി മറുപടി. ഞാൻ ചോദിക്കുകയാണ്, ചോദിച്ചു പോവുകയാണ്. ആസിയൻ കരാറിന് അസിൻ മലയാളത്തിന്റെ നടിയാണെന്ന് ഞാൻ ഊന്നി പറയുകയാണ്. അതപ്പോ അറിയാലോ അമ്മച്ചി, പൂത്തതിരി അല്ല പൂത്തിരി കുട്ടാപ്പി ഒതുങ്ങി ഒതുങ്ങിപ്പോ. ഇനി സ്ത്രീകളുടെ മേല് മുട്ടിന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചീത്തപ്പേര് നമുക്ക് വേണ്ടാട്ടോ. അത് മാത്രമേ നമുക്ക് ഇല്ലാത്തതേ ഉള്ളൂ. എന്താ അവിടെ കുമ്പസാരിക്ക? അതാ അപ്പച്ച, ഞാൻ ആനിക്ക് വേണ്ടി വർക്ക് ചെയ്താലോ എന്ന് ആലോചിച്ചു. എന്താന്ന്? അല്ല, എപ്പോഴും കൂടെ കണ്ടു നടക്കാലോ. അമ്മച്ചി, അറിയാലോ ഞാൻ ആര് ജയിക്കാനാ മോളെ പ്രാർത്ഥിക്കണ്ടേ? മറക്കരുത്, നിനക്ക് പൂത്തിരി ചിഹ്നം അറിയാലോ. രാജപ്പൻ എവിടെ കല്യാണി? പുറത്തു പോയിരിക്ക. ഈ വീട്ടിലെ 15 വോട്ടും ഇവന് കൊടുക്കണം. നമ്മളൊക്കെ ഒന്നല്ലേ എന്റെ കല്യാണി. നിനക്ക് ഓർമ്മ
അപ്പച്ചൻ എന്തായി കാണിച്ചത്? എനിക്ക് ഇവരെ ചെറുപ്പം മുതലേ കെട്ടിപ്പിടിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴത് ദേ, അപ്പനെ തല്ലിയൊന്നൊരു പേരെനിക്കുണ്ടാക്കരുത്. എത്ര കാലം എന്ന് വെച്ചാൽ നിന്റെ അമ്മച്ചനെ കെട്ടിപ്പിടിച്ച് നടക്കണേ? ഇനി എന്റെ കൂടെ വരണ്ട. ഞാൻ വരും. അടുത്ത വീട് കൗസല്യ വീട്. അവൾ എന്നെ കുറെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. എന്തായാലും ഇലക്ഷൻ പ്രചാരണം അവസാനിച്ചത് നന്നായി. 2 ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാരെ നോക്കി ചിരിച്ചിരിച്ച് എന്റെ കൃതാവ് വരെ എത്തിയാനെ. അപ്പച്ചൻ എന്തിയടാ? അപ്പച്ചൻ വീട്ടിൽ റെസ്റ്റ് എടുക്കുക. ആണോ? എന്നാ ഞാനും റെസ്റ്റ് എടുക്കാൻ പോവാ. ദേ, ഇന്നിനി മേലണങ്ങിയിട്ടുള്ള ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചേക്കരുത് കേട്ടോ. ഒരു മുന്നറിയിപ്പില്ലാതെ ഡാം ഓർന്നിട്ട പോലെ ആരാ നിങ്ങള്? എനിക്ക് അറിയാം നിങ്ങൾ ആരാന്ന്. എന്താ പ്രശ്നം? ആരാ നിങ്ങള്? എന്ത് വേണം? ഓഹോ, ഇതാണോ വേണ്ടത്? നാടൻ വേണ്ട, വരണ്ടേടി. കൊടാളിയാക്കായി. കൊടാളിയാക്കായി. നീ എന്താ ടൈപ്പ് റൈറ്റ് പഠിക്കണോ? ഓടി വന്ന് കയറാൻ ഞാനെന്താ ചാഞ്ഞു തന്നോ? മുട്ടദോശ റെഡി, ആ ബുൾസ റെഡി, മുട്ട കൊണ്ടുള്ള എല്ലാ ഐറ്റംസും റെഡി. ഒറ്റക്കൊറ്റയ്ക്ക് വാടാ. അയ്യോ, എന്നെ ജയിലിലയക്കാൻ വേണ്ടിട്ടാണോടാ ഇതെടുത്ത് തന്നത്? എന്റെ അമ്മച്ചിയെ, ഓർക്കപ്പുറത്തുള്ള അടിയായി പോയി. കവ കീറി. അപ്പച്ചൻ മുട്ടമ്പാലും കൊടുത്തില്ല, കളരിയും കരാട്ടയും കൊടുത്താണ് പാപ്പിച്ചായനെ വളർത്തിയെന്ന് അവന്മാർക്കറിയില്ലല്ലോ. ഒന്ന് പോടാ. അവര് കുറച്ചേരം കൂടി നിന്നിരുന്നെങ്കിൽ എന്റെ പരിപ്പിളക്കാന്. അല്ല പാപ്പിച്ചായ, ആരാ അവന്മാര്? ഇത് അവന്റെ ആൾക്കാരാ, ശശാങ്കന്റെ. ഈ ഇലക്ഷനിൽ ഞാനൊന്ന് ജയിച്ചോട്ടെ. ആദ്യത്തെ അമിട്ട് പൊട്ടുന്ന അവന്റെ മോത്തായിരിക്കും. എന്നിട്ട് അതും കേട്ട് മിണ്ടാതെ പോന്നേക്കുന്നു നശൂലങ്ങൾ. അതിന് ഞങ്ങൾ മുന്നിൽ വെച്ചല്ലോ പറഞ്ഞത്, നാട്ടുകാർ പറഞ്ഞറിഞ്ഞതാ. ഓ, മുമ്പിൽ വെച്ചായിരുന്നേ നീയൊക്കെ ഒലത്തിയാനെ. പാപ്പിന്ന് കേട്ടാ നിന്റെയൊക്കെ കാല് വഴി മൂത്രം ഒഴുകുമല്ലോടാ. നോണമില്ലാത്ത പോങ്ങന്മാർ. എന്നാലും അതാരാടാ എന്റെ പേരിൽ ഈ നാട്ടിൽ വന്നവനെ തല്ലം ധൈര്യം കാട്ടിയത്? ഇത്തിരിക്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം. തലയിണ ചിഹ്നത്തിൽ മത്സരിച്ച ശ്രീ അംബുജാക്ഷനെയും തെറ്റാലി ചിഹ്നത്തിൽ മത്സരിച്ച ശ്രീ പ്രഭാകരനെയും പിന്തള്ളിക്കൊണ്ട് വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ പൂത്തിരി ചിഹ്നത്തിൽ മത്സരിച്ച ശ്രീ നിരപ്പേൽ പാപ്പി എതിർ സ്ഥാനാർത്ഥി മിസ് ആനി വർഗീസിനോട് 16 വോട്ടുകൾക്ക് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. പൊട്ടില്ല, പൊട്ടില്ല, പൊട്ടില്ല,
ഈശോയെ കാശ് പോയി. ഉശ്ശോ. ഇനി മരം കയറ്റം തന്നെയാ നല്ലത്. മിസ്റ്റർ മത്തായി, ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ദേ ഇങ്ങനെ കാണുന്നു. നീ എങ്ങനെ കാണുന്നു? അയ്യേ! പട്ടി പട്ടി നിന്റെ അപ്പനാണോ? എന്നെ പട്ടിന്ന് വിളിച്ച ഞാൻ ഇനിയും പൊക്കും. വേണ്ട പച്ച, ഡീസന്റ് ആവ്, ഡീസന്റ് ആവ്. കാലങ്കോഴി കൂവ അവന്റെ അമ്മയുടെ മ്യൂസിക്. ഹലോ, ഞങ്ങളിവിടെ പാപ്പിച്ചായന്റെ വിഷമത്തിൽ പങ്കെടുത്തോണ്ടിരിക്കണേ. ബോഡി എപ്പോഴാ എടുക്കുന്നേ? എടുക്കണ്ട, കുറച്ച് കഴിയുമ്പോ താനെ എണീറ്റ് പോയിക്കോളും. ഞങ്ങള് തോറ്റേന്റെ സങ്കടം ആഘോഷിക്കുക. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. ഭയങ്കര വിഷമിക്കല്ലേ പാപ്പിച്ചായ? പാപ്പിച്ചായ സെക്കൻഡ് ഇല്ലേ? ഇലക്ഷനിൽ എവിടെ നടത്തേണ്ടി സെക്കൻഡ്? പെട്ടി പെട്ടി പാലറ്റ് പെട്ടി പെട്ടി തുറന്നപ്പോ പാപ്പി പൊട്ടി, പെട്ടി തുറന്നപ്പോ പാപ്പി പൊട്ടി. 9ാം ക്ലാസ്സിലും പാപ്പി പൊട്ടി. എനിക്ക് കാണാൻ പറ്റില്ല, അങ്ങോട്ട് മാറിക്കും. 9ാം വാർഡിലും പാപ്പി പൊട്ടി, 9ാം വാർഡിലും പാപ്പി പൊട്ടി. നെരപ്പേലെ പാപ്പി കരപ്പേലായേ, നെരപ്പേലെ പാപ്പി കരപ്പേലായേ. പാപ്പി പൊട്ടിയപ്പോ വാണം പൊട്ടി, പാപ്പി പൊട്ടിയപ്പോ വാണം പൊട്ടി. പെട്ടി തുറന്നപ്പോ പാപ്പി പൊട്ടി. അവര് വിട്ട വാണം മോളി പോയി പൊട്ടണത് കാണാൻ വേണ്ടി കിടന്നതാണ്. താഴെ നിന്ന് പൊട്ടിയത് പോരെ? ഇന്ന് പാപ്പിക്ക് ശിവരാത്രിയാ. അവൻ എന്താ പറഞ്ഞത്? റിസൾട്ട് വന്നു കഴിയുമ്പോ അമിട്ട് പൊട്ടിക്കുന്നത് എന്റെ മുഖത്താണെന്ന്. എന്നിട്ടോ ഞാൻ അവന്റെ വീടിന്റെ മുമ്പിൽ അമിട്ട് പൊട്ടിച്ചു വാണം വിട്ടു. അവൻ ചമ്മി പോയി കാണും അല്ലടാ. പിന്നെ കേട്ടോ ടീച്ചറെ, പാപ്പി അവന്റെ അപ്പനും പഞ്ചായത്തിന് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഇനി ആനി ടീച്ചറിന് മുമ്പിൽ ഒന്ന് തല ചൊറിഞ്ഞ് നിൽക്കണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞു. ഇനി എന്തിനാ വാശി? വാശിയില്ലാതെ രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ പറ്റില്ല ടീച്ചറെ. വാശി വേണം, വാശി. അമ്മച്ചിക്ക് ഇപ്പൊ പേടിയൊക്കെ മാറിയല്ലോ. ഇനി എന്തോന്ന് പേടിക്കാൻ? ഇനി അവന്മാര് പേടിക്കും. ഈ ടീച്ചറെ വെച്ച് ഞാൻ അവർക്കെതിരെ പല കളികളും കളിക്കും. ടീച്ചർ ഒന്ന് മുമ്പിൽ നിന്ന് തന്നേച്ചാ മതി. എന്ത് പറയുന്നു? അതൊന്നും വേണ്ട ശശാങ്ക മുതലാളി. ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് ശശാങ്ക മുതലാളി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇലക്ഷന് നിന്നത് നിങ്ങളുടെ വ്യക്തിവൈരാഗ്യം തീർക്കാനല്ല, എന്നെ കൊണ്ടാവുന്നത് ഈ നാടിന്റെ നന്മയ്ക്കായിട്ട് ചെയ്യാനാ. അതിന് പാപ്പിച്ചാനൊരു കാരണമായി, അത്രേ ഉള്ളൂ. ദയവേത് നിങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ പ്രശ്നങ്ങളിലേക്ക് എന്നെ വലിച്ചഴക്കരുത്. അങ്ങനെ ഉണ്ടായാ ഞാൻ പ്രതികരിക്കും. ഓഹോ, അപ്പൊ പാലം കടന്നപ്പോ കൂരായണ അല്ലേ? കാശിറക്കിയ ഞാൻ മണ്ടൻ. ആനി ടീച്ചറെ, ഈ ശശാങ്ക മുതലാളി ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല. എടാ പറഞ്ഞു കൊടുക്കടാ. മുതലാളി ആള് വെറും ചെറ്റയാണ്, തെണ്ടിയാണ്, പരമനാറിയാണ്, ഇങ്ങനെയൊക്കെ പറയാൻ ഇവിടെ എന്നെ ഉണ്ടായേ. അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ നല്ല ദിവസം വെറുതെ നശിപ്പിക്കല്ലേ. ശശാങ്കൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് വിദ്യാഭ്യാസമുള്ള ടീച്ചർ ഇങ്ങനെ നമ്മളൊന്നും വഴക്കിടേണ്ട ആൾക്കാരല്ല. ശശാങ്കൻ ഈ ലഡ്ഡു വെച്ചേ. ഓ വേണ്ട, വയറ് നിറഞ്ഞു. വാടാ മക്കളെ. കുറച്ചിലോട്ട് പൊതിഞ്ഞെടുത്താലോ, ഞങ്ങളുടെ വയറ് കാലിയാ. ആ ചുളയിറക്കിയിട്ടുണ്ടെങ്കിൽ അത് മുതലാക്കാനും ശശാങ്ക മുതലാളിക്ക് അറിയാം. അപ്പൊ ഇന്നും കഞ്ഞി തന്നെ. പാപ്പി അപ്പച്ചാ, പാപ്പി അപ്പച്ചാ.